എൻ്റെ നിഗമനങ്ങൾ ഞാനത് ഫോർത്തിൽ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല ഫോർത്തിൽ ഇതുപോലൊരു ചർച്ചയിൽ ഞാനും ശ്രീജാശ്യാമും ഒന്നിച്ചിരിക്കുമ്പോൾ, ശ്രീജയെ അറിയാമല്ലോ, മലയാളത്തിലെ ഏറ്റവും വളരെ സൗമ്യമായി ചിരിക്കുന്ന മുഖത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ശ്രീജ. ശ്രീജ ചോദിക്കുന്നു, തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്, സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ്, സുബീഷ് ഏട്ടാ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകും, തോൽക്കും എന്ന് പറയുന്നു. എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു. ഞാൻ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തുന്നു. കാരണം എൻ്റെ ഉള്ളം കയ്യിലായിരുന്നു അന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ മുഴുവൻ. നമ്മൾ തൃശ്ശൂരിനെ സശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ആളാണല്ലോ. ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പിലും BJPക്ക് എത്ര വോട്ടുകൾ കിട്ടി, LDFന് എത്ര, UDFന് എത്ര, ഇതെല്ലാം മനഃപ്പാഠമാക്കിക്കൊണ്ട് കൃത്യമായ ഒരു കണക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ആ കണക്കാണ് അവതരിപ്പിച്ചത്. ആ കണക്കിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ടാണ് അയാൾ ഒരു പ്രവചനം നടത്തുക. പിന്നീട് പല വേവുകളും സംഭവിക്കാം. പക്ഷേ ഇപ്പോഴും ഞാൻ ആ കണക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു. BJPയുടെ ബേസ് വോട്ടുകൾ ഇത്രയാണ്, പ്ലസ് ഇത്ര കൂടി കിട്ടിയേക്കാം, എന്നാലും വിജയം വിദൂരമാണ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഈ ട്രോളിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു പഞ്ച്, സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കും, ചെണ്ടക്കോല് വീഴുമ്പോൾ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കും എന്നുള്ള സാധനം മാത്രമാണല്ലോ പുറത്തേക്ക് വരിക. കണക്കുകൾ ഒന്നും ആരും പരിശോധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നു, ഇപ്പോൾ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ ഒക്കെ നമ്മളെല്ലാവരും കണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്. ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? അവർ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ തീരുമാനിച്ചാൽ അവർ കാശ്മീരിൽ നിന്ന് പോലും ആളുകളെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്ത് വിജയിപ്പിച്ചിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജേർണലിസ്റ്റിൻ്റെ പ്രവചനമൊക്കെ, അതിനൊക്കെ എന്താ അടിസ്ഥാനമുള്ളത്? അവർക്ക് ആരെയും വിജയിപ്പിക്കാമല്ലോ. അതുമാത്രമാണ് എൻ്റെ മറുപടി.